ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. കഴിഞ്ഞ സെഷനിൽ US വിപണിയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. വീണ്ടും ഒരു ആശ്വാസകരമായിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടിയിട്ട് തന്നെ റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള മിനിറ്റ്സുകൾ തന്നെയാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നമുക്കിപ്പോൾ 12ാമത്തെ സെഷനിലായിരുന്നു നമുക്ക് നേട്ടം നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് എനിക്ക് തോന്നുന്നത് ദാറ്റ് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഈവൻ ദോ ഇന്നലെ കണ്ട ക്ലോസിംഗിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 41,200 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന് എടുത്ത മേജർ റെസിസ്റ്റൻസ് 20,000 പോയിന്റ് കാണുന്നത്, ആൻഡ് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 19,700 പോയിന്റിലും. എനിക്ക് തോന്നുന്നില്ല നമ്മളെ വീക്ക്നെസ് കാര്യമായിട്ട് ഇനി നാസ്ഡാക്ക് ഇൻഡെക്സിലോ ഡൗ ജോൺസ് ഇൻഡെക്സിലോ കാണുമെന്ന്. സോ കണ്ടിന്യൂ ടു ബി ലോങ് ഇൻ ദ മാർക്കറ്റ്, ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ബ്രെന്റ് ക്രൂഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ ബാരലിന് 76.1 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. WTI ക്രൂഡും ബാരലിന് 71.87 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ക്രൂഡ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, ക്രൂഡിന്റെ കേസിൽ എഗെയിൻ കനത്ത സെല്ലിംഗ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. അണ്ടർടോൺ വീണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന WTI ക്രൂഡിന്റെ കേസിൽ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് $72 ആയിരുന്നു. ഇന്നലെ ആ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഗോട്ട് ടു നൗ വാച്ച് ദ സപ്പോർട്ട് സോൺ ബിറ്റ്വീൻ 71 ആൻഡ് 72. 71-72 സപ്പോർട്ട് WTI ക്രൂഡ് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കൊരു പുതിയ 52 വീക്ക് ലോ തന്നെ ക്രൂഡിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഗോൾഡിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 0.4% ഒരു ഇടിവിൽ ട്രൈ ഔൺസിന് 2,503 എന്ന റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, സ്വർണത്തില് ഞാൻ ഇടിവ് എന്ന് അതിനെ ക്ലാസിഫൈ ചെയ്യത്തില്ല, പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യത്തുള്ളൂ. ആൻഡ് സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ എഗെയിൻ ഒരു 10 സെഷൻസ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നേട്ടം കിട്ടിയതിന് ശേഷം സ്വർണം ഒരു ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. നാച്ചുറലി പ്രോഫിറ്റ് ടേക്കിംഗ് ഇസ് എ വെരി നാച്ചുറൽ പ്രോസസ്, ആൻഡ് അതിൽ നമുക്ക് ആശങ്ക ഒന്നും തന്നെ വേണ്ട. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം വീണ്ടും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞൊരു സെഷനിൽ 24,700 മറികടന്നുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 72 പോയിന്റിന്റെ നേട്ടത്തിൽ 24,770 എന്ന റേഞ്ചിൽ പ്രത്യേകിച്ചും അവസാന മണിക്കൂറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് 24,787 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നതിന് ശേഷമാണ് 24,770 എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റി 50യുടെ മുന്നിൽ ഇനി ഒരേ ഒരു റെസിസ്റ്റൻസേ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് നിഫ്റ്റി 50യുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 25,030 പോയിന്റ്. ബട്ട് കഴിഞ്ഞൊരു 10-12 സെഷൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് there's a good chance that നിഫ്റ്റി 50യിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. ബട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും ദ ഇഷ്യൂ ഇസ് ദാറ്റ് നമുക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ there's a high probability that കറക്ഷനോ പ്രോഫിറ്റ് ടേക്കിങ്ങോ ഒന്നും തന്നെ നടക്കാതെ തന്നെ നിഫ്റ്റി 50 ആ ഒരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് തന്നെ വീണ്ടും എത്തിച്ചേരുമെന്ന് നല്ല ചാൻസസ് കാണാൻ സാധിക്കുന്നു.
നിഫ്റ്റി ബാങ്കിൽ എന്നാൽ 118ഓളം പോയിന്റിന്റെ ഒരു ഇടിവ് തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തിയത്. 50,685 എന്ന റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുകയാണെങ്കിൽ കാര്യമായൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റി ബാങ്കിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് കാണാം. ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 50,333 എന്ന റേഞ്ചിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം നിഫ്റ്റി ബാങ്കിൽ പ്രധാനമായിട്ടുമുണ്ട്. HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികൾ ഒരു ഇടിവിൽ തന്നെയാണ് കഴിഞ്ഞ സെഷനിൽ തുടർന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ അഗെയിൻ വീണ്ടും നല്ല ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 51,050 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 51,600 അതിനെ തുടർന്ന് 52,400 ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ അറ്റ്ലീസ്റ്റ് ആ ഒരു 51,700 റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇതിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബന്ധൻ ബാങ്കിലും നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഒരു സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായത് സൊമാറ്റോയുടെ ഭാഗത്ത് തന്നെയാണ്. സൊമാറ്റോയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു 1% ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സൊമാറ്റോയെ സംബന്ധിച്ച് പേടിഎമ്മിന്റെ ടിക്കറ്റിംഗ് ബിസിനസ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2,048 കോടി രൂപയ്ക്ക് ഈ ഒരു അക്വിസിഷൻ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൊമാറ്റോ അറിയിച്ചിരിക്കുന്നത്. സൊമാറ്റോയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ നോക്കുകയാണെങ്കിലും 1.5% ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സൊമാറ്റോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? പ്രിയ, സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷ് ആയിട്ട് തുടരുന്നത്. നമുക്ക് ഓഗസ്റ്റ് 2-ാം തീയതി 278 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. ഇതേ ലെവല് വീണ്ടും 2 സെഷന് മുൻപ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. So between 276 and say 281 rupees സൊമാറ്റോയ്ക്ക് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഫോം ചെയ്തു വരുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ കഴിഞ്ഞ 2 സെഷൻസിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ വേണ്ട. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 253 രൂപയായിരിക്കും. എങ്കിലും കറന്റ് ലെവൽസിലൊന്നും തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് ദ റിസ്ക് ഈസ് വെരി വെരി ഹൈ. യെസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെഷനിൽ ഏറ്റവും അധികം നിഫ്റ്റിയെ ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരി എന്ന് പറയുന്നത് ഫാർമ സെക്ടറിൽ നിന്നുമുള്ള ഡിവിസ് ലാബ് തന്നെയായിരുന്നു. ഡിവിസ് ലാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു സെഷനിൽ 3%-ലധികം ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡിവിസ് ലാബിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 4,898 എന്ന റേഞ്ചിലായിരുന്നു ഡിവിസ് ലാബിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിവിസ് ലാബിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? Divis ലാബിന്റെ അണ്ടർടോൺ വീണ്ടും ഷോർട്ട് ടേം ഓൾസോ ഹാസ് ബിക്കം ബുള്ളിഷ്. ലോങ് ടേം ഓൾവേസ് ബുള്ളിഷ് തന്നെ ആയിരുന്നു. ആൻഡ് ദിവിസ് ലാബിന്റെ കേസിൽ ഇനി നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 5,025 മുതൽ 5,040 രൂപയുടെ റെസിസ്റ്റൻസ് സോൺ. ഈ ഒരു സോണിലാണ് ഇതിന്റെ 52 വീക്കായി നിലനിൽക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 4,600 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുമെന്ന്. കഴിഞ്ഞ സെഷനിൽ ഫാർമ സൂചികയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഫാർമ ഓഹരികളിലും നമുക്കൊരു മുന്നേറ്റം പ്രകടമായിരുന്നു. അത്തരത്തിൽ ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ചും ഒരു ഉയർന്ന 52 വീക്ക് ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഡോക്ടർ റെഡ്ഡിയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ നോക്കുകയാണെങ്കിൽ 1.5% ഒരു നേട്ടത്തോടു കൂടി 7,062 എന്നൊരു റേഞ്ചിലായിരുന്നു ഡോക്ടർ റെഡ്ഡിയുടെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഡോക്ടർ റെഡ്ഡി കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ഡോക്ടർ റെഡ്ഡി ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 7,200, അതിനെ തുടർന്ന് 7,300 രൂപയിൽ.
അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് 3596 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡർ ഇൻഫ്ലോ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ദിവസങ്ങളിലും പുതിയൊരു ഓർഡർ കരസ്ഥമാക്കിയതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ലാർസൻ ആൻഡ് ട്യൂബ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? നമുക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ. ആൻഡ് ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമ്മുടെ ഇലക്ഷൻ ദിവസത്തിന് ശേഷം ജൂൺ 4 ശേഷം ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വലിയൊരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. എങ്കിലും ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് നേട്ടം വേണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമെന്ന്. അത് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 3650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 3650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3720, അതിനെ തുടർന്ന് 3760, 3840, 3900. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെഷനിൽ വളരെയധികം മികച്ചൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു ഓഹരി നൈക്കെ തന്നെയായിരുന്നു. നൈക്കയെ സംബന്ധിച്ച് 9% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. 210 രൂപ എന്ന റേഞ്ചിൽ കഴിഞ്ഞൊരു സെഷനിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് നൈക്കയുടെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നൈക്കയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നൈക്കയുടെ അണ്ടർടോൺ വീണ്ടും വളരെ വളരെ സ്ട്രോങ് ആൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായത്. ആൻഡ് നൈക്കയുടെ ലോങ് ടേം നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കറന്റ് ലെവൽസിൽ നിന്ന് 30 മുതൽ 40% നേട്ടം നൽകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് നൈക്ക. ഐ തിങ്ക് ഇറ്റ് ഇസ് എ ടേൺ അറൌണ്ട് സ്റ്റോക്ക്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഒരു 200-203 റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. പ്രേക്ഷകരെ പോലീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ സന്തോഷ് എന്ന പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് കിർലോസ്കർ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കിർലോസ്കർ ബ്രദേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 0.55% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. കിർലോസ്കർ ബ്രദേഴ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നല്ലൊരു സപ്പോർട്ട് ബേസ് 1880 രൂപയിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1915 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2200-ഉം അതിനെ തുടർന്ന് 2500 രൂപയിലും ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് താമസിക്കാതെ തന്നെ 2200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് ജസീൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കനറ ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 6% അടുത്തൊരു നേട്ടത്തിൽ 111 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കാനറ ബാങ്കിന്റെ ഒരു ലോങ് ടേം പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഓവറോൾ ബാങ്കിങ് മേഖലയെ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു PSU സ്റ്റോക്ക് കാനറ ബാങ്ക്. ആൻഡ് കാനറ ബാങ്കിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. അത് ജൂൺ 4 നമുക്ക് കാണാൻ സാധിച്ച 96 രൂപയിൽ ഈ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇത്ര അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആ ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 115 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോഫിനുമായി ബന്ധപ്പെട്ട വ്യൂ തന്നെയാണ്. കഴിഞ്ഞ സെഷനിൽ 1% ഒരു ഇടിവ് ജിയോഫിൻ രേഖപ്പെടുത്തിയിരുന്നു. ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നും ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് വി ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. എന്തെന്നാൽ എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 318 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. എങ്കിലും നമുക്ക് ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ 342 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 342 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് 20 മുതൽ 30 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അശ്വിൻ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എഡൽവൈസ് ഫിനാൻഷ്യൽസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 7% ഒരു മൂവ്മെന്റ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 100 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് എഡൽവൈസ് അതുപോലെ തന്നെ ഏഞ്ചൽ വൺ മുതലായ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസിലൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എഡൽവൈസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ലോങ് പൊസിഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. എങ്കിലും കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കണ്ട നേട്ടത്തിനെ തുടർന്ന് there's a strong likelihood പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 94 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 544 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് തിരിച്ച് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? സോ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 518 രൂപ. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 562 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് തന്നെയാണ് കൂടുതലും ക്വറീസ് ചോദിച്ചിരിക്കുന്നത്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HDFC ബാങ്കിലുള്ള വ്യൂ ആണ്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള വ്യൂവും ചോദിച്ചിട്ടുണ്ട്. HDFC ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ HDFC ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമായത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1630 രൂപ. 1630 റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സെൻട്രൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സെൻട്രൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, അതുപോലെ തന്നെ IOB, യൂക്കോ ബാങ്ക് മുതലായ ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ തന്നെ ദേ ആർ സ്മോൾ ക്യാപ്പ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ആൻഡ് ഈ സ്റ്റോക്സിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സെൻട്രൽ ബാങ്കിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 63 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സാർ ഈ ഒരു ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1158 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ GPT ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് 1.5%-ഓളം നേട്ടത്തിൽ 196 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ, ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് GPT ഹെൽത്ത് കെയർ. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇത്രയും ഒരു വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്നതിനെ തുടർന്ന് ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട്. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 210 രൂപയിലാണ്. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് 168 രൂപ. ഒരു പ്രേക്ഷകൻ അദാനി വിൽമറിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ അദാനി വിൽമറിനെ സംബന്ധിച്ച് 10% ഒരു മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു. പ്രിയ, നമ്മൾ ഇതേ ഫോറത്തിൽ അദാനി സ്റ്റോക്സിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പലതവണ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അദാനി സ്റ്റോക്സ് എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു ബോട്ടമിങ് ഔട്ട് നടത്തി കഴിഞ്ഞു. സോ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ വീണ്ടും ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒത്തിരി നെഗറ്റീവ് റിപ്പോർട്ട്സ് വന്നെങ്കിൽ പോലും
ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഈ സ്റ്റോക്കുകളിൽ ഒന്നും തന്നെ ഒരു വിധത്തിലും സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടില്ല. ആൻഡ് അതിനെ തുടർന്ന് ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇത്. അഡാനി വിൽമറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ ബോട്ടം ജൂലൈ 22 ആയിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ എടുക്കുന്നത് അല്പം റിസ്കി ആയിരിക്കും. സോ അതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അടുത്ത 2 ടാർഗറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 415, അതിനെ തുടർന്ന് 436. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മംഗളം ഡ്രഗ്സ് ഓർഗാനിക്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 125 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ മംഗളം ഡ്രഗ്സ് വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഇല്ല. സോ നമ്മൾ ഇതേ ഫോർത്തിൽ നമ്മൾ മറ്റേ വലിയ ഫാർമ കമ്പനീസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ദിവീസ് ലാബ്, ഡോക്ടർ റെഡി ലാബ് മുതലായ സ്റ്റോക്സ്. എൻ്റെ ഒരു അഡ്വൈസ്, നമ്മൾ ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനീസിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ലാർജ് ക്യാപ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്പേസിലോട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്, മച്ച് ബെറ്റർ ദാൻ മംഗളം ഡ്രഗ്സ്. ഒരു പ്രേക്ഷകൻ നാരായണ ഹൃദയാലയ എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 6% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് പ്രകടമാക്കി 1256 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ നാരായണ ഹൃദയാലയ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഒരു കറക്റ്റ് ഫേസിലോട്ട് നീങ്ങിയിരുന്നു. ബട്ട് ഇന്നലെ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആൻഡ് ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും രണ്ടും ബുള്ളിഷായി മാറുമെന്ന്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1300 രൂപ. ഇന്ന് നാളെ ഒക്കെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1165 രൂപ. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ 1200, 1240 റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ആ ലെവൽസിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വ്യൂ തന്നെയാണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ അപ്പർ സർക്യൂട്ടിൽ എത്തിയിരുന്നു. 437 രൂപ എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ജീനസ് പവറിനെ സംബന്ധിച്ച് ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ജീനസ് പവറിലുള്ള സാറിന്റെ വ്യൂ. ജീനസ് പവർ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ 4 സെഷൻസിലായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ 2 സെഷൻ ഇത് അപ്പർ സർക്യൂട്ട് ബ്രേക്കറിലായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. മൈ ഒപ്പീനിയൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. ഈ ലെവൽസിൽ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ നോക്കരുത്. വിമൽ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്യാംസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അഥവാ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% ഒരു മുന്നേറ്റത്തിൽ 4488 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ക്യാംസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന് 4700 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4290 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 0.5% നേട്ടത്തിൽ 285 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഹഡ്കോയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ വേറെ ഒത്തിരി സ്റ്റോക്സിൽ ഗവൺമെന്റ് സ്റ്റോക്സ് കണ്ടിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ജൂലൈ ഒരു 12 ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് ജൂൺ 4 നമുക്ക് നൽകിയ ഒരു മേജർ ബോട്ടം 271 രൂപയിലായിരുന്നു.
ദാറ്റ് ഈസ് ദ മേജർ സപ്പോർട്ട് ഏരിയ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അടുത്ത 3 സെഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 300 രൂപ. അവസാനമായി പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് സാറിന് സെയിലിലുള്ള വ്യൂ കൂടി ചോദിച്ചിട്ട് ഫ്രീ ആക്കുന്നതാണ്. സെയിലെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1.5% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 സെഷനിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഷോർട്ട് കവറിംഗ് ഒരിക്കലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 രൂപയിലാണ് കാണുന്നത്. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.